പരിഭാഷ വായിച്ച് അല്ലെങ്കിൽ ആരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ കേട്ട് ഖുർആന്റെ ഉള്ളടക്കം അതാണെന്ന് മനസ്സിലാക്കി അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പോയവർ നിഷ്പക്ഷമതയാണെങ്കിൽ പ്രസംഗം കേട്ടാൽ അവന് കഴിഞ്ഞത് തിരുത്താനാകും. നാം കരുതി വെച്ച പോലെ അത്ര ലാഘവത്തോട് കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല ഖുർആനെന്നും അത് വളരെ അർത്ഥസമ്പൂർണമാണെന്നും എത്ര ദിവസങ്ങൾ പറഞ്ഞാലും അതിന്റെ വളരെ സ്വല്പം മാത്രമേ ആവുകയുള്ളൂ എന്നും മനസ്സിലാക്കാൻ ചെറിയ ഒരു സൂറത്ത് ദിവസങ്ങൾ വെച്ച് പറയുമ്പോൾ അത് വളരെ മണിമണിയായി എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റും വിധത്തിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏത് ബുദ്ധിജീവിക്കും അവന്റെ ബുദ്ധി സമ്മതിക്കും വിധത്തിൽ ബുദ്ധിപരമായ തെളിവുകൾ സഹിതം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പെടും, അനുബോധ്യപ്പെടും. ഇന്ന് വിവിധ തരത്തിൽ ഓരോരുത്തരും അവരുടേതായ ആശയങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ പിടികൂടുകയാണ്. അപ്പൊ അവർ മനസ്സിലാക്കി വെച്ചതിനനുസരിച്ച് ഖുർആനെ അവർ വ്യാഖ്യാനിക്കും. ഖുർആൻ എന്ന് പറയുന്നത് പലതരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ അതൊന്നും അള്ളാഹു ഉദ്ദേശിച്ചത് ആകില്ലെന്നേ ഉള്ളൂ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉദ്ദേശിച്ച മആനികൾ, അർത്ഥങ്ങൾ, ആശയങ്ങൾ അത് എത്രയാണെന്ന് പറഞ്ഞ് തീർക്കുക സാധ്യമല്ല. അതെല്ലാം കൂടി എഴുതണമെന്ന് ഒരാൾ വിചാരിച്ച് അതിനവന്റെ വയസ്സ് മുഴുവൻ ചെലവഴിച്ചാലും സാധ്യവും അല്ല. അതുകൊണ്ടാണ് ഖുർആന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നതിന് തഫ്സീർ എന്നാണ് പറയുക. ഇൽമു തഫ്സീർ അതൊരു പ്രത്യേക വിജ്ഞാന ശാഖയാണ്. ആ തഫ്സീർ എഴുതണമെങ്കിൽ 14 വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയ ആൾക്കേ ഖുർആന്റെ തഫ്സീർ എഴുതാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ടാണ് വലിയ വലിയ മുഫസ്സിരീങ്ങൾ തന്നെ ഞാൻ ഇതിന് യോഗ്യനല്ല. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി, ലോകപ്രസിദ്ധമായ തഫ്സീറാണ് ബൈളാവിയുടെ തഫ്സീർ. അതിന്റെ ആമുഖത്ത് ഇമാം ബൈളാവി പറഞ്ഞു കാണും, ഞാൻ ഇതിന് യോഗ്യനല്ല. പിന്നെ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്റെ മുൻഗാമികൾ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും അടക്കമുള്ളവർ പറഞ്ഞു വെച്ചതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ എടുത്തുദ്ധരിക്കുന്നു. എനിക്ക് സ്വന്തമായി ഇതിൽ ഒന്നുമില്ല. ഇതാണ് ഖുർആനിന്റെ അവസ്ഥയെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ ആശയക്കാരും അവരുടേതായ ആശയങ്ങൾക്കനുസരിച്ച് ആയത്തുകളെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. അതുകൊണ്ടാണ് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഓ നബിയെ, തങ്ങളെ മേലിൽ നാം ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ജനങ്ങളിലേക്ക് അവതരിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. അവർ സ്വന്തമായി ബയാൻ കഴിയില്ല. അള്ളാഹുവിന്റേതായ ഗ്രന്ഥമാണ്, കിതാബാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലാഹു തആല പറഞ്ഞയച്ച ആളിലൂടെ കിട്ടിയെങ്കിലേ അത് യഥാർത്ഥ വ്യാഖ്യാനം ആവുകയുള്ളൂ. അതുകൊണ്ട് തങ്ങൾ അത് ബയാൻ ചെയ്തു കൊടുക്കണമെന്നാണ്. ആ ബയാനാണ്, ആ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പൊ ഖുർആന്റെ വൈപുല്യവും അതിന്റെ സമ്പുഷ്ടിയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. ഓ നബിയെ, തങ്ങളെ മേലിൽ വളരെ ഭാരമുള്ള വചനമാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല തന്നെ പറഞ്ഞത്. ഖുർആന്റെ ഭാരം ഒരു മുസാഹഫ്
30 ജുസുള്ള മുസാഫ് എത്ര ചെറുത്, തീപ്പെട്ടി പോലത്തെ മുസാഫ് ഉണ്ട്. പിന്നെന്താ ഇതിന്റെ ഭാരം? അത് ഓതുമ്പോൾ നാവിൽ ഭാരമുണ്ടോ? ഒരിക്കലുമില്ല. വളരെ നമ്മുടെ പ്രകൃതിപരമായി ഒഴുകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയും തന്നെ അതിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ് ഖുർആനിന്റെ ശൈലിയും രീതിയും. പിന്നെ എവിടെയാണ് ഭാരം? അതിന്റെ ആശയ സമ്പുഷ്ടിയാണ്, ആശയ വൈപുല്യമാണ്. അത്രയും വിപുലമായ വ്യാഖ്യാനങ്ങളുള്ള പരിശുദ്ധ ഖുർആൻ അതിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും നാം വളരെ കഴിവ് കുറഞ്ഞവരാണ്. നമുക്ക് സ്വന്തമായി ഖുർആനോ സുന്നത്തോ കൈകാര്യം ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ശരണം അതൊക്കെ പഠിച്ച ഉലമാ മാത്രമേ ഉള്ളൂ. ആ ഉലമാവിനെ അംഗീകരിക്കുമ്പോഴേ ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരും ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്താൽ എനിക്ക് ഖുർആനെന്നും സുന്നത്തും മനസ്സിലായതനുസരിച്ച് ഞാൻ, നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായത് ഓരോരുത്തരും ഇങ്ങനെ തിരിഞ്ഞാൽ ലോകത്ത് എത്ര മദ്ഹബാവും. അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഖുർആൻ പഠിച്ച, ഹദീസുകൾ പഠിച്ച, അതിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി എല്ലാം ഏറ്റവും സെറ്റ് ക്രോഡീകരിച്ച 4 മദ്ഹബുകളുണ്ട്. അത് ആരാണ് ആ മദ്ഹബിന്റെ ആളുകൾ? അവർക്ക് തുല്യതയുള്ളവർ പിന്നീട് വന്നിട്ടില്ല. ഈ 4 അയിമ്മത്തിന് ശേഷം അവർക്ക് തുല്യമായ ഒരാളും പിന്നെ ലോകത്ത് വന്നിട്ടില്ല. എല്ലാ വിഷയത്തിലും അവർ തുല്യതയില്ലാത്തവരാണ്. അവർ ക്രോഡീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ആ മദ്ഹബിൽ ഒന്ന്, അത് ഏതുമാകാം, ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ, അത് സ്വീകരിച്ചാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് ജീവിക്കാനായി. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിന്റെ ആ വഴികൾ ഈ 4ൽ അധിഷ്ഠിതമാണ്. അല്ല ഓരോരുത്തരും ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്തുകൊള്ളട്ടെ എന്നതാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഇസ്ലാം 4 മദ്ഹബിൽ ഒതുങ്ങൂല, 400-ൽ ഒതുങ്ങൂല, 4000-ൽ ഒതുങ്ങൂല, 4 ലക്ഷത്തിലോ 4 കോടിയിലോ ഒതുങ്ങൂല. ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങളൊക്കെയും എനിക്ക് ഈ ആയത്തുകൊണ്ട് ഇങ്ങനെ മനസ്സിലാകുന്നു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്തായി പോകും? അതുകൊണ്ട് ഇസ്ലാമിലെ ശിഥിലതയും അഭിപ്രായ ഭിന്നതയും വ്യത്യാസവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി 4ൽ അധിഷ്ഠിതമായി ലോക മുസ്ലിങ്ങൾ ഏകോപിച്ചു. ഈ 4ന്റെ അപ്പുറം പോയവർ ഉൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅ ളാല്ലുൻ മുദില്ലുൻ, 4 മദ്ഹബിന്റെ പുറത്തു പോയവർ സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാകുന്നു. ഇത് മനസ്സിലാക്കാൻ ഒന്നും അറിയാത്ത പാമര ജനങ്ങൾ, പുത്തനാശയക്കാരിങ്ങനെ പറയുമ്പോ തോന്നിപ്പോവും അവര് പറഞ്ഞില്ലേ ശരി, റസൂലുള്ള പറഞ്ഞില്ലേ ഒക്കെ തറത്തു ഫീക്കും അംറൈനി, ഓ ജനങ്ങളെ 2 കാര്യം ഞാൻ നിങ്ങളിൽ ഒഴിച്ചു പോവുകയാണ്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമ, ആ 2 കാര്യം കൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന കാലത്തോളം വഴി തെറ്റില്ല, വഴി പഴക്കില്ല. ഏതാണ് 2 കാര്യം? ഒന്ന് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനും, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ഹദീസും. അപ്പൊ നമുക്ക് ജീവിക്കാൻ ഉള്ള സരണി ഖുർആനും സുന്നത്തുമാകുന്നു. കേട്ടാ നല്ല വർത്താനാണ്, റസൂലുള്ള പറഞ്ഞത് സത്യമാണ്. പക്ഷെ ആ പറഞ്ഞ വാക്കിന് അർത്ഥമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതെന്ത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന രീതി നമുക്ക് ഉലമാ ആണ് പഠിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരും അവർ സ്വയം മനസ്സിലാക്കിയത് പ്രകാരം അമൽ ചെയ്യും. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞപ്പോ നോക്കുങ്ങള് അത്തീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം. അതെങ്ങനെ അള്ളാഹ്ക്ക് വഴിപ്പെടാൽ? അള്ളാഹ് നേരിട്ട് ഒന്ന് നമ്മളോട് പറയോ? ഇല്ല. അത് ഖുർആന്റെ പാഠത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഖുർആന് വഴിപ്പെടണം. വഅതീഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹിക്കും വഴിപ്പെടണം. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നത്.
പിന്നെ മൂന്നാമതൊരു കൂട്ടർ പറഞ്ഞു ഉലിൽ അംരി മിൻകും. എന്തിനാ മൂന്നാമത്തെ ഒരു കൂട്ടർ പറഞ്ഞ? റസൂലുള്ളാഹി പറഞ്ഞ രണ്ട് കാര്യം ഒഴിച്ചു പോയി, ഒന്ന് ഖുർആനും ഒന്ന് സുന്നത്തും. അതുപോലെ പിന്നെ ഒരു ഉലുൽ അംർ എന്ന് പറഞ്ഞ ആരാണ്? അതാണ് ആ ഉലുൽ അംറിന് ഒരു ഗുണം പറഞ്ഞു തന്നെ, അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഏത് കാര്യങ്ങളെക്കുറിച്ചും അവർ ഖുർആനെന്നും സുന്നത്തെന്നും കണ്ടെടുത്ത് ഖുർആനെന്ന് അത് ആഴത്തിൽ പോയി ഖുർആന്റെ ആഴങ്ങളിൽ നിന്നത് മുങ്ങിത്തപ്പി കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നവരാണ് ഉലുൽ അംർ, കാര്യശേഷിയുള്ളവർ, ഏത് കാര്യത്തിനെയും തീർപ്പ് പറയാൻ കഴിയുന്നവർ. അവരാണ് അയിമ്മത്ത് മുജ്തഹിദുകൾ. അപ്പൊ അവർക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞതിന് താല്പര്യവും മറ്റൊന്നല്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട ഷാഫി സഖാഫിയുടെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും സുബ്ഹാന ജല്ല ജലാലുഹു ഇത്രയും വിഷയങ്ങൾ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒക്കെ ഏതെങ്കിലും സൂറത്ത് ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ഒരു സൂറത്തിൻ്റെതാണ് ഈ വ്യാഖ്യാനം. അപ്പൊ നമ്മളൊരു പരിഭാഷ വാങ്ങി തിരുവനന്തപുരം വരെ പോകുന്ന ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് 10 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ 8 മണിക്കൂർ, ആ മണിക്കൂറുകളെ കൊണ്ടത് വായിച്ചു തീർത്തപ്പോ ഇവൻ മനസ്സിലാക്കിയത് ഖുർആനൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ 7 ദിവസം സംസാരിച്ചിട്ട് ചിലപ്പോ ഒരു സൂറത്ത് പൂർത്തിയായി കാണില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. അതാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ എന്നോട് നിങ്ങൾ നാട്ടുകാരായ ഇസ്ഹാഖ് മാസ്റ്റർ അടക്കമുള്ളവർ എന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലെ സ്ഥിതിയും എനിക്ക് നേരത്തെ നാടിനെ പറ്റിയൊന്നും അറിയില്ല. പറഞ്ഞപ്പോ അൽഹംദുലില്ലാ അല്ലാഹു തആല എല്ലാം നമുക്ക് ഒപ്പിച്ചു തന്നു. ഒരാള് അതിനു വേണ്ടുന്ന സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ അപ്പൊ തന്നെ തയ്യാറായി. അവിടുന്ന് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച വരെ രജിസ്റ്റർ കഴിഞ്ഞ് നമുക്ക് പള്ളിക്ക് എന്തെങ്കിലും കിട്ടണല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോ ഒരാളെ വെറുതെ വിളിച്ചു നോക്കി. അപ്പൊ അയാൾ പറഞ്ഞു, എവിടെ ഉസ്താദെ പള്ളി? എന്റെ അടുത്തൊരു പള്ളി ഉണ്ട്, അവിടെ നിന്ന് പോയി കാണായിരുന്നു പറഞ്ഞു. ഞാൻ ഇവർക്ക് വിവരം കൊടുത്തു. അയാളെ കൊണ്ടുവന്ന് അയാൾ കണ്ടു. കണ്ടപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അൽഹംദുലില്ലാ എത്ര പെട്ടെന്ന് നമുക്ക് പള്ളിക്ക് സ്ഥലം കിട്ടി, പള്ളിയും കിട്ടി, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മദ്രസയും കിട്ടി. അൽഹംദുലില്ലാ എല്ലാ നിലക്കും ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായത്. ഈ പ്രഭാഷണമൊക്കെ വരാൻ കാരണം ഈ പള്ളി വന്നില്ലായിരുന്നെങ്കിൽ, മദ്രസ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടായ്മ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കിട്ടാനുള്ള കാരണം ഇതാണ്. അള്ളാഹു നമുക്ക് ചെയ്തെന്ന വലിയ നിഅമത്ത് നാം ശുക്ർ ചെയ്യുക. ആരുടെയും കഴിവ് എന്ന് ഇതിന് പറയാൻ പറ്റില്ല. അള്ളാഹു ഓരോ സമയത്ത് നമുക്ക് കനിഞ്ഞേകുന്നതാണ്. അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ നാമൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറിയ അമലുകളൊക്കെ വലുതായി കബൂൽ ചെയ്യട്ടെ. പിന്നെ ഇവിടെ വരുമ്പോ എനിക്കിങ്ങനെ റോട്ടിൽ കൊണ്ട് പോകുന്നപ്പോ ആ വളവിലെത്തി പള്ളി കണ്ടപ്പോഴേക്ക് എന്റെ കൽബിൽ അപ്പൊ പെട്ടെന്ന് വന്ന് ബഹുമാനപ്പെട്ട MP ഓർമ്മ വന്നു. അദ്ദേഹം ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ മികച്ചു നിന്നിരുന്ന, നേതൃത്വത്തിൽ നിന്നിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ മറ്റ് അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങളോട് കൂടെ അവരെയും നമ്മളെയും ബന്ധപ്പെട്ടവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആബിദിന്റെ നാട് തന്നെയാണിത്. ഞാനിവിടെ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ അന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം കഴിഞ്ഞ് അന്ന് നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പൊ നിങ്ങൾ പോകണ്ട, ഉറങ്ങി രാവിലെ എണ്ണീറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അല്ല, നേരത്തെ രാവിലെ പോകാനുണ്ട്.
അങ്ങനെ പറഞ്ഞ് പോന്നിട്ടുള്ളതാണ്. ഉഖ്റവിയായ ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് യാതൊരു സംശയമില്ല. അല്ലാഹു നൽകട്ടെ. പെട്ടെന്നുള്ള മരണം അത് തന്നെ ഒരു ഖൈറായ സംഗതി കഴിഞ്ഞു വരുമ്പോ വലിയൊരു സംഗതിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആ ദിവസങ്ങളിലെ മുഴുവൻ പ്രവർത്തനം. അപ്പൊ അല്ലാഹു തആല വെറുതെ ആക്കില്ല. അവർ മരിച്ചുപോയെങ്കിലും അവർ പോയ ആ വഴി അത് നമ്മളരികിലുണ്ട്. നാമൊക്കെ ആ വഴിക്ക് നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ജാസ്തിയാക്കി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീടിന്റെ പണി നടക്കുന്ന എല്ലാവർക്കും അറിയാം. നല്ല നിലക്ക് സഹകരിച്ച പലരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വേണ്ടുന്ന വിധത്തിലുള്ള സവാബുകൾ നൽകട്ടെ. ദുന്യാവിൽ അവരെ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബാക്കി ചെയ്യാത്തവരൊക്കെ അതിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ബാക്കി എല്ലാ കാര്യങ്ങളും സഖാഫി ഉസ്താദ് നിങ്ങളോട് പറയും. എനിക്ക് പെട്ടെന്ന് തന്നെ ഹിക്മയിൽ എത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ ഒരു പരിപാടിയാണ്. സമാപിക്കുമ്പോഴേക്കെങ്കിലും എത്തണം. 8:30 മണിക്കോടെ എത്തണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ 9 മണിക്കെങ്കിലും എത്തണമെങ്കിൽ ഇപ്പൊ പോയെങ്കിലും എത്തുള്ളൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.